ശ്രീ വിനീഷ് കൊടിയേരിയുടെ പ്രസ്താവന രാഷ്ട്രീയ വൈര്യങ്ങൾക്ക് പകരം രാഷ്ട്രീയ മതിൽക്കെട്ടുകൾ പൊളിച്ച് അത് നന്മയുടെ പാലങ്ങൾ പണിയുന്നതായി മാറി എന്ന് വലിയ സന്തോഷപൂർവ്വം പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രകൃതി താണ്ഡവമാടിയ വയനാട് ചൂരൽമല ഇരകൾക്ക് അവർക്ക് തണലേകിയ താവളമൊരുക്കിയ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം അത് ശ്ലാഘിച്ചുകൊണ്ട് ശ്രീ വിനീഷ് കൊടിയേരി പങ്കുവച്ചത്. ശ്രീ വിനീഷ് കൊടിയേരി ഒരു ഇടതുപക്ഷ പ്രവർത്തകരുടെ നന്മയുടെ പ്രതീകമാണ്. ഒട്ടേറെ പ്രവർത്തകരുടെ പ്രതീകം മാത്രമാണ് ശ്രീ വിനീഷ് കൊടിയേരി. ഇത് വലിയൊരു സന്ദേശമാണ്. നാടിന്റെ നന്മയ്ക്ക് കൂടെ നിൽക്കുമ്പോൾ രാഷ്ട്രീയ മൈനം മറന്ന് ഒന്നിക്കാനും പരസ്പരം അഭിനന്ദിക്കാനുമുള്ള ഒരു വിശാലമനസ്കത അത്യന്തം സന്തോഷകരമാണ്. ഇന്നലെ ഇത് സംബന്ധിച്ചൊരു വീഡിയോ പങ്കുവച്ചപ്പോൾ എനിക്ക് ആ ഹരിത പ്രവർത്തകരിൽ നിന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ നിന്ന് കയ്യടിയും സഹകരണത്തോടൊപ്പം തന്നെ മൌനം കൊണ്ട് വലിയ പിന്തുണ അർപ്പിച്ചുകൊണ്ട് മനോഹരമാക്കി ഈ ഇടതുപക്ഷ പ്രവർത്തകരെയും അഭിനന്ദിക്കാതെ വയ്യ. കാരണം ഇത്തരം വീഡിയോകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും എതിർ കമന്റുകളായി വരല് പതിവാണെങ്കിലും ഇന്നലത്തെ മുസ്ലിം ലീഗിനെയും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള വീഡിയോയിലേക്ക് ഇടതുപക്ഷ പ്രവർത്തകരും അതിനോട് പ്രതികൂലമായ പ്രതികരണവുമായി വന്നില്ല എന്നത്, അവരത് മൌനം കൊണ്ട് മനോഹരമാക്കി എന്നത് അഭിനന്ദനാർഹമാണ്. കൂട്ടത്തിൽ മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മാത്രം അഭിനന്ദിക്കുന്നു എന്നത് എടുത്തു പറയാൻ കാരണം ഒട്ടേറെ നേതാക്കന്മാർ മുസ്ലിം ലീഗിലുണ്ടെങ്കിലും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ 4 പതിറ്റാണ്ടിലേറെ നീണ്ടുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതികരണങ്ങളും പലപ്പോഴും അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ ഇഷ്യൂ അക്കായ്മ വലിയ പല സാഹചര്യത്തിൽ നിന്നും ഈ സംസ്ഥാനത്തെ സമാധാനത്തിന്റെ പാതയിൽ നിർത്തുന്നതിൽ സഹായകരമായിട്ടുണ്ട്. ആവർത്തിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ നന്മയുടെ പേരിൽ ഒന്നിക്കാനുള്ള നമ്മുടെ ഈ ഒരു മനോഭാവം അത് നാട്ടിന് വലിയൊരു സംഭാവന നൽകുന്ന രീതിയിൽ രാഷ്ട്രീയം എന്നത് നാടിന്റെ നന്മക്കായി മാറട്ടെ. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വിപ്ലവ അഭിവാദ്യങ്ങൾ, ഹരിത അഭിവാദ്യങ്ങൾ ആവർത്തിക്കുന്നു.